അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു വ്യക്തി ഒരു സാധനം വിൽക്കുമ്പോൾ അയാളുടെ ലാഭശതമാനം വിൽപ്പന വിലയുടെ 60%. അതിന്റെ ചെലവ് വില 75% വർദ്ധിക്കുകയും വിൽപ്പന വില അതേപടി തുടരുകയും ചെയ്താൽ ലാഭത്തിൽ ഉണ്ടാകുന്ന കുറവ് കണ്ടെത്തുക. അത് സാധനത്തിന്റെ വിൽപ്പന വിലയുടെ എത്ര ശതമാനമാണ്? അപ്പോൾ അയാളുടെ ലാഭശതമാനം എത്രയാണ്? വിൽപ്പന വിലയുടെ 60%. പിന്നെ എന്ത് സംഭവിക്കുന്നു? ചെലവ് വില 75% വർദ്ധിക്കുകയും ചെയ്യുന്നു, പക്ഷെ വിൽപ്പന വില അതേപടി തുടരുന്നു. അങ്ങനെയാണെങ്കിൽ ലാഭത്തിലുണ്ടാകുന്ന കുറവ് എത്രയാണെന്ന് കണ്ടെത്തുക. അത് സാധനത്തിന്റെ വിൽപ്പന വിലയുടെ എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ വില എത്രയായിട്ട് എടുക്കാം? വിൽപ്പന വില 100 രൂപയ്ക്കാണ് ഇയാൾ വിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഇതെന്തൊക്കെ ചേർന്നതാണ്? അതിന്റെ ചിലവ് പ്ലസ് അയാൾ എടുക്കുന്ന ലാഭം. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഇയാൾ വിൽക്കുന്ന വില, അതായത് 100 രൂപ. പിന്നെ പറഞ്ഞിട്ടുണ്ട് ലാഭമായിട്ട് ഇയാൾ എടുക്കുന്നത് എത്രയാണ്? ഈ വിൽപ്പന വിലയുടെ 60%. അപ്പോൾ 60 ഇയാൾ എടുക്കുന്ന ലാഭം. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എന്ത് ചെലവ് വന്നിട്ടുണ്ട്? ബാക്കിയുള്ള 40. കാരണം ഇത് രണ്ടും കൂടെ കൂടിയാൽ 100. അപ്പോൾ 40 ചെലവ്, 60 ലാഭം. ഇങ്ങനെയാണ് ഇയാളിപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞു അടുത്ത കേസിൽ വിൽപ്പന വിലയിൽ മാറ്റമില്ല. വിൽപ്പന വില 100 തന്നെ നിൽക്കുന്നു, പക്ഷേ ചെലവിന് എന്ത് സംഭവിക്കുന്നു? ചെലവ് 75% കൂടുന്നു. ഓൾറെഡി ഉള്ള 40 പ്ലസ് 40ന്റെ 75%. 4 25, 3 25, 1 4, 10 4. അപ്പോൾ 40 പ്ലസ് 30, 3 × 10 30 ഈക്വൽ ടു 70 എന്ത്? പുതിയ ചെലവ്. അപ്പൊ 100 100 തന്നെ നിൽക്കുന്നു. ടോട്ടലായിട്ടുള്ള വിൽപ്പന വില 40 എന്നുള്ളത് എത്രയായിട്ട് മാറി? 70 മാറി. അപ്പൊ ഇയാളുടെ ലാഭത്തിന് എന്ത് മാറ്റം വരും? നേരത്തെ 60 ഉണ്ടായിരുന്ന ലാഭം ഇപ്പൊ എത്രയാവണം? ആകെ 100. ചെലവ് 70. അപ്പൊ ബാക്കി 30 ഇയാളുടെ ലാഭം. നേരത്തെ എത്രയായിരുന്നു ലാഭം? 60. അപ്പൊ ലാഭത്തിലുള്ള മാറ്റം 60 നിന്ന് 30 വന്നു. ലാഭത്തിൽ എത്ര കുറവ്? 30 കുറവ്. ഇത് നമ്മളെ ചോദ്യം, അവസാനത്തെ ചോദ്യം എന്താണ്? വിൽപ്പന വിലയുടെ എത്ര ശതമാനമാണ് ഈ കുറവ്? 100ന്റെ എത്ര ശതമാനമാണ് 30? 30%. ഇതാണ് ഉത്തരം.